ഹലോ ഹായ് നമസ്കാരം. ലോകമെമ്പാടും എപ്സ്റ്റീൻ ഫയൽസിനെ കുറിച്ചുള്ള ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ എപ്സ്റ്റീൻ ഫയൽസിലുള്ള വിഷയങ്ങളെ സെൻസേഷണലൈസ് ചെയ്ത് അവതരിപ്പിക്കുക എന്നതിൽ കവിഞ്ഞ് എപ്സ്റ്റീൻ ഫയൽസുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ചർച്ച ചെയ്യേണ്ട വിഷയങ്ങൾ, മനസ്സിലാക്കേണ്ടുന്ന കാര്യങ്ങൾ, അതിനെക്കുറിച്ചുള്ള കൃത്യമായ ചൂണ്ടിക്കാണിക്കലുകളും ചർച്ചകളും നടക്കുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ വളരെ 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 കുറച്ചേ നടക്കുന്നുള്ളൂ. ഈ വീഡിയോയിൽ എന്തായാലും എപ്സ്റ്റീൻ ഫയൽസിൽ ഇന്ന ആളുകൾ ക്രിമിനൽസ് ആണ് കേട്ടോ, അവിടെ ഇന്ന കാര്യങ്ങൾ, ഇത്രയും പൈശാചികവും ഭീകരവുമായ കാര്യങ്ങൾ നടന്നിട്ടുണ്ട് എന്ന് പറഞ്ഞ് നിങ്ങളുടെ ഇമോഷൻസിനെ ഒരു കുഴഞ്ഞു മറിഞ്ഞ അവസ്ഥയിൽ എത്തിക്കുക എന്നുള്ളതല്ല ഈ വീഡിയോയുടെ ഉദ്ദേശം. എപ്സ്റ്റീൻ ഫയൽസുമായി ബന്ധപ്പെട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട പല പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. ഒരുപക്ഷെ പല ആളുകളും ചർച്ച ചെയ്യാതെ പോകുന്ന കാര്യങ്ങൾ, ആ കാര്യങ്ങളെക്കുറിച്ചും എപ്സ്റ്റീൻ ഫയൽസിനെ കുറിച്ചുള്ള ആ വിവാദങ്ങളെക്കുറിച്ചുള്ള ഒരു ബേസിക് വിവരവും നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഈ വീഡിയോയിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത്. പക്ഷേ എപ്സ്റ്റീൻ ഫയൽസിനെ കുറിച്ച് സംസാരിച്ച് തുടങ്ങുമ്പോൾ ഈ വിവാദങ്ങളൊക്കെ നമ്മളെ പഠിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ചില മനുഷ്യർ എത്ര പവറുള്ള ആൾക്കാരാണെന്ന് പറഞ്ഞാലും അതൊക്കെ ഇല്ലാതാവാൻ ചിലപ്പോൾ നിമിഷങ്ങൾ മതി. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ സാധാരണക്കാരായിട്ടുള്ള നമ്മുടെ ജീവിതവും ഇത്തരത്തിൽ തന്നെയാണ്. അപ്രതീക്ഷിതമായി മരണം പോലൊന്ന് സംഭവിച്ചു കഴിഞ്ഞാൽ അത് പറ്റുന്നത് വീട്ടിലെ ഏണിംഗ് മെമ്പറായിട്ടുള്ള ആൾക്കാണെങ്കിൽ ആ ഫാമിലി മൊത്തമായി സാമ്പത്തികമായി തകർന്നു പോകും. അതുകൊണ്ട് തന്നെ ഈ വിഷയം ഞാൻ മുന്നിലേക്ക് എടുത്തു വെക്കുമ്പോൾ ഇതിൻ്റെ സൊല്യൂഷൻ കൂടി പറയുകയാണ്. അതാണ് ടേം ഇൻഷുറൻസുകൾ. നിങ്ങൾ ആരെങ്കിലും ടേം ഇൻഷുറൻസ് എടുത്തിട്ടില്ല എങ്കിൽ നിർബന്ധമായി എത്രയും പെട്ടെന്ന് ടേം ഇൻഷുറൻസ് എടുക്കണം. ഇപ്പോൾ പ്രീമിയം വളരെ കുറവാണ്, 15% വരെ ഡിസ്കൗണ്ടിലും ഇപ്പോൾ കിട്ടുന്നുണ്ട്. നിങ്ങൾക്ക് ഇന്ത്യയിലെ ടോപ്പ് കമ്പനികളുടെ പ്ലാനുകൾ നോക്കി ഇഷ്ടമുള്ള കമ്പനിയുടെ ടേം ഇൻഷുറൻസ് എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അത് തന്നെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കുന്നുണ്ട്. ഇപ്പോൾ മാസം 400-500 രൂപ മുതൽ ടേം ഇൻഷുറൻസുകളുടെ പ്രീമിയം തുടങ്ങുന്നുണ്ട്. 2 കോടി രൂപ വരെ കവറേജ് ഉള്ള പ്ലാനുകൾ എടുക്കാം. ഇനിയിപ്പോൾ മരണം സംഭവിച്ചാൽ മാത്രമല്ല, ക്യാൻസർ പോലുള്ള ഗുരുതര രോഗങ്ങളോ അല്ലെങ്കിൽ അപകടത്തിൽ അംഗവൈകല്യമോ മറ്റോ സംഭവിച്ചു കഴിഞ്ഞാലോ കവറേജ് കിട്ടുന്ന തരത്തിലുള്ള എക്സ്ട്രാ റൈഡേഴ്സും നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. അങ്ങനെ നമുക്ക് എന്തെങ്കിലും അപ്രതീക്ഷിതമായ സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മുടെ കുടുംബത്തെ സാമ്പത്തികമായ ബുദ്ധിമുട്ടിൽ നിന്ന് രക്ഷിക്കാൻ ഈ ഒരു കാര്യം ചെയ്തു വെച്ചാൽ മതി. കാരണം ഇത് അത്രയ്ക്കും പ്രധാനപ്പെട്ടതാണ്. നമ്മൾ ഇല്ലാതായി കഴിഞ്ഞാൽ നമ്മുടെ കുടുംബം എങ്ങനെ സർവൈവ് ചെയ്യുമെന്ന് സ്വയം ഒന്ന് ചിന്തിച്ചാൽ മതി. അങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ കുടുംബത്തിൻ്റെ സുരക്ഷയ്ക്കും നമ്മുടെ മനസമാധാനത്തിനും വേണ്ടി ഈ മുടക്കുന്ന ചെറിയ തുക അതൊരു നഷ്ടമൊന്നുമല്ല. പിന്നെ ഇന്ത്യക്ക് പുറത്ത് ജോലി ചെയ്യുന്ന പ്രവാസികളായിട്ടുള്ള ആളുകൾക്ക് അവിടെ നിന്ന് എടുക്കുന്നതിനേക്കാൾ 30 മുതൽ 50% വരെ ചിലവ് കുറച്ചുകൊണ്ട് ഇവിടെ നാട്ടിൽ നിന്ന് ടേം ഇൻഷുറൻസ് എടുത്തു വെക്കാൻ പറ്റും. അതിനുവേണ്ടി ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും കൊടുത്തിട്ടുള്ള ലിങ്ക് ക്ലിക്ക് ചെയ്യുക, അല്ലെങ്കിൽ ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന QR കോഡ് സ്കാൻ ചെയ്താലും മതി. ഇനി നമുക്ക് ജെഫ്രി എപ്സ്റ്റീനിലേക്ക് വരാം. ഇതൊരു വ്യക്തിയുടെ ജീവചരിത്രമൊന്നുമല്ല, മറിച്ച് അധികാരത്തിൻ്റെ, നിശബ്ദതയുടെ, രാഷ്ട്രീയത്തിൻ്റെ കുറ്റപത്രത്തെ മറികടന്ന മനോധൈര്യത്തിൻ്റെ, തുറന്നു പറച്ചിലുകളുടെ, കൂട്ടായ്മയുടെ സന്ദേശമാണ്. ജെഫ്രി എപ്സ്റ്റീൻ എന്നുള്ള പേര് ഇന്ന് ലോകമെമ്പാടും ചർച്ച ചെയ്യുന്നത് അയാൾ ചെയ്യുന്ന കുറ്റകൃത്യങ്ങളുടെ മാത്രം പേരിലല്ല. ആ കുറ്റങ്ങൾ എങ്ങനെ മറയ്ക്കപ്പെട്ടു, ആരൊക്കെയാൽ ഇയാൾ സംരക്ഷിക്കപ്പെട്ടു, എന്തുകൊണ്ട് നീതി ഇത്ര വൈകി, എങ്ങനെയാണ് രാഷ്ട്രീയക്കാർ ഈ വിഷയത്തെ ഉപയോഗിച്ചത്, ഈ ചോദ്യങ്ങളെല്ലാം വളരെ പ്രസക്തമാണ്. ഇത് പറഞ്ഞു വരുമ്പോൾ ഒരു മനുഷ്യൻ്റെ കഥയല്ല, ഒരു സിസ്റ്റത്തിൻ്റെ പരാജയത്തിൻ്റെ ചരിത്രമാണ്. ജെഫ്രി എപ്സ്റ്റീൻ എന്ന വ്യക്തി ഒരൊറ്റ ദിവസം കൊണ്ട് കുറ്റവാളിയായി വന്ന ആളല്ല. വിദ്യാഭ്യാസം പോലും പൂർത്തിയാക്കാതെ അധികാര കേന്ദ്രങ്ങളിലേക്ക് കയറിപ്പോയൊരു മനുഷ്യൻ സിസ്റ്റത്തിന്റെ പാളിച്ചകളെ തന്റെ സംരക്ഷണമായി മാറ്റിയ കഥയാണ്. 1953 ന്യൂയോർക്കിലാണ് ജെഫ്രി എപ്സ്റ്റീൻ ജനിക്കുന്നത്. ഒരു സാധാരണ മധ്യവർഗ കുടുംബത്തിലാണ് അയാൾ വളർന്നത്. എക്സ്ട്രാ ഓർഡിനറി ഇന്റലിജൻസ് ഉണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്നു. പക്ഷേ നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, കോളേജ് ഡിഗ്രി പോലും പൂർത്തിയാക്കിയിട്ടില്ലാത്ത ഇയാൾ മറ്റ് ഔദ്യോഗികമായ ക്വാളിഫിക്കേഷൻസ് ഒന്നുമില്ലാതെ 1970കളിൽ ന്യൂയോർക്കിലെ ഡാൽട്ടൺ സ്കൂൾ എന്ന് പറയുന്ന എലീറ്റ് പ്രൈവറ്റ് സ്കൂളിൽ അധ്യാപകനായി ജോലിയെടുത്തു എന്നുള്ളതാണ്. ഇതൊരു സാധാരണ ടീച്ചിങ് ജോബൊന്നുമല്ല. ഡാൽട്ടൺ സ്കൂളിൽ പഠിച്ചിരുന്ന കുട്ടികൾ വാൾ സ്ട്രീറ്റ്, ബിഗ് ബിസിനസ്, പൊളിറ്റിക്സ്, ഗ്ലോബൽ എലൈറ്റ് കുടുംബങ്ങളിൽ നിന്നുള്ള കുട്ടികളായിരുന്നു. അവിടെയാണ് എപ്സ്റ്റീൻ പഠിപ്പിച്ചത്. അത് നമ്മളെ പഠിപ്പിക്കുന്നത് അധികാരത്തിലേക്ക് വലിഞ്ഞു കയറാൻ നമുക്ക് സർട്ടിഫിക്കറ്റുകൾ വേണ്ട, ബന്ധങ്ങൾ മതി എന്നാണ്. അങ്ങനെ ഡാൽട്ടൺ സ്കൂളിൽ നിന്ന് അയാൾ ഉണ്ടാക്കിയെടുത്ത കണക്ഷൻസ് ആണ് ബെയർ സ്റ്റേൺസ് എന്ന വാൾ സ്ട്രീറ്റ് സ്ഥാപനത്തിലേക്ക് അയാൾ എത്തിക്കുന്നത്. വളരെ വീക്കായിട്ടുള്ള ക്വാളിഫിക്കേഷൻസ്, ഒട്ടും ക്ലിയർ അല്ലാത്ത ബാക്ക്ഗ്രൗണ്ട്, പക്ഷേ എന്നിട്ടും അയാളുടെ വളർച്ച ദ്രുതഗതിയിലായിരുന്നു. ബെയർ സ്റ്റേൺസിൽ നിന്ന് പുറത്തു പോയതിനു ശേഷം അയാൾ ആദ്യം ചെയ്തത് ഒരു മിസ്റ്ററി ബില്യണർ എന്ന് പറയുന്ന ഇമേജാണ്. ഐ മാനേജ് മണി ഓൺലി ഫോർ ബില്യണേഴ്സ്. ഇത് ജെഫ്രി എപ്സ്റ്റീൻ പറഞ്ഞ വാചകമാണ്. കൃത്യമായിട്ടുള്ളൊരു ക്ലയൻറ്റ് ലിസ്റ്റ് ഇല്ല, വെരിഫിക്കേഷൻ ഇല്ല, ട്രാൻസ്പെറൻസി ഇല്ല. പക്ഷേ നമ്മളൊരു എലീറ്റ് സൈക്കോളജിയിൽ നിന്നുകൊണ്ട് നോക്കുമ്പോൾ ഈ മിസ്റ്ററി എന്ന് പറയുന്നത് ഒരുതരം എക്സ്ക്ലൂസിവിറ്റിയാണ്.
നമ്മുടെ എലീറ്റ് ക്രൗഡിൽ നിന്നുള്ള ആളുകളെ മാത്രം ഡീൽ ചെയ്യുന്ന ഒരാൾ എന്ന് പറയുമ്പോൾ അത് കൊടുക്കുന്ന ആ ഒരു എക്സ്ക്ലൂസിവിറ്റി, അതാണ് അവിടെ അയാളുടെ ക്രെഡിബിലിറ്റി ആയിട്ട് മാറുന്നത്. അയാളെ മിസ്റ്ററിയാണ്. നമ്മുടെ ഫണ്ടുകളൊക്കെ കൈകാര്യം ചെയ്യുന്ന ഒരാൾ മിസ്റ്ററി ആയിട്ട് തുടരാന്ന് പറഞ്ഞാൽ നമ്മുടെ ഫണ്ട്സും അതിൻ്റെ കൈമാറ്റങ്ങളും അതുപോലെ ഒരു സീക്രസി മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുമല്ലോ. ആൻഡ് എപ്സ്റ്റീൻ ചെയ്തിട്ടുള്ള ഏറ്റവും ബുദ്ധിപരമായ ഒരു നീക്കം എന്ന് പറയുന്നത് അയാൾ യൂണിവേഴ്സിറ്റികളിലേക്ക് ഒരുപാട് ഡൊണേഷൻസ് കൊടുത്തിട്ടുണ്ട്, ഒരുപാട് സയൻസ് റിസർച്ചിന് വേണ്ടിയിട്ടുള്ള ഫണ്ട് കൊടുത്തിട്ടുണ്ട്, എലീറ്റ് കോൺഫറൻസസ് സംഘടിപ്പിച്ചു, തിങ്ക് ടാങ്ക്സിനെ സപ്പോർട്ട് ചെയ്തു. ഇത് ഇയാളെ വളരെ ഇൻ്റലക്ച്വലായിട്ട് ആളുകളുടെ മുമ്പിൽ പോർട്രേ ചെയ്തു. അയാളൊരു ഫിലാന്ത്രോപ്പിസ്റ്റായി മാറി, ഒരു സീരിയസ് മാൻ എന്നുള്ള ഒരു ഐഡൻറ്റിറ്റിയിൽ അയാൾ പ്രൊജക്റ്റ് ചെയ്യപ്പെടാൻ തുടങ്ങി. അതുവഴി എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ മീഡിയയുടെ ഒരു സ്ക്രൂട്ടിനി ഭയങ്കരമായിട്ട് കുറഞ്ഞു. മാധ്യമങ്ങൾ പുറകെ അന്വേഷിച്ച് പോകുക എന്ന് പറയുന്ന പരിപാടി കുറയുകയും പൊളിറ്റിക്കൽ പാർട്ടീസിന് ഇയാൾ കുറച്ചും കൂടെ നിർത്താൻ പറ്റുന്ന ആളാണ് എന്ന് പറയുന്ന ഒരു ഇമേജ് കൊടുത്തു. ഇവിടെ നമ്മൾ എപ്സ്റ്റീൻ ഫയൽസിൽ മാത്രമല്ല നമ്മുടെ നാട്ടിൽ നടക്കുന്നതും ഇതുമായി ചേർത്ത് മനസ്സിലാക്കേണ്ടതാണ്. ഒരു മനുഷ്യസ്നേഹി എന്ന് പറയുന്ന ഇമേജ് ക്രിയേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലൊരു ക്യാരക്ടർ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്ന പോലെ. ഒരാൾ കുറേ ചാരിറ്റി ചെയ്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില കാര്യങ്ങൾ അയാൾ സ്വന്തം പോക്കറ്റിൽ നിന്ന് പൈസ എടുത്ത് ചിലവാക്കുന്നു എന്നൊരു ഇമേജ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അയാളൊരു നല്ല മനുഷ്യനാണ് എന്ന് പറയുന്നൊരു ഇമേജ് ജനങ്ങളുടെ ഇടയിൽ ഉണ്ടാകുന്നു. അതിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി സോഷ്യൽ മീഡിയയിലും അല്ലാതെയുമൊക്കെ ആളുകൾ കൂട്ടമാകുന്നു. എന്നിട്ട് അയാൾ ഏറ്റവും ഇന്നസെൻ്റ് ആയിട്ടുള്ള ഒരാളാണ് എന്ന് പറയുന്ന ഒരു ഇമേജാണ് ഇവിടെ ബിൽഡാവുന്നത്. സമാനമായ ഉദാഹരണങ്ങൾ നമുക്ക് നമ്മുടെ ചുറ്റുപാടെന്ന് കണ്ടെത്താവുന്നേ ഉള്ളൂ. ഇതേ കാര്യം തന്നെയാണ് എപ്സ്റ്റീൻ അവിടെയും ചെയ്തത്. അതിന് എപ്സ്റ്റീൻ്റെ ഒരു പ്രത്യേകത, അയാൾ പൊളിറ്റീഷ്യൻസിനോട് എനിക്ക് അധികാരം വേണമെന്നൊന്നും ആവശ്യപ്പെട്ടില്ല, മറിച്ച് അങ്ങോട്ട് ആക്സസുകൾ വാഗ്ദാനം ചെയ്യുകയാണ് ചെയ്തത്. ബില്യനേഴ്സിനെ പരിചയപ്പെടാനുള്ള അവസരം അയാൾ ഓഫർ ചെയ്തു, ഡോണേഴ്സിനെ കണക്ട് ചെയ്യാനുള്ള സാഹചര്യം ഒരുക്കി, ഗ്ലോബൽ നെറ്റ്വർക്കിംഗ് സാധ്യമാക്കി കൊടുത്തു. അതുകൊണ്ടാണ് അമേരിക്കയിലെ റിപ്പബ്ലിക്കൻ പാർട്ടിയും ഡെമോക്രാറ്റ്സ് പാർട്ടിയും ഒക്കെ ഈ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ ജെഫ്രി എപ്സ്റ്റീനുമായിട്ട് അടുക്കുന്നത്. ജെഫ്രി എപ്സ്റ്റീനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ഡൊണാൾഡ് ട്രംപിനെ കൂടി ഇതിൻ്റെ കൂടെ ചേർത്ത് വെക്കേണ്ടതായിട്ടുണ്ട്. 1990കളിലും 2000കളുടെ തുടക്കമൊക്കെ ജെഫ്രി എപ്സ്റ്റീനും ഡൊണാൾഡ് ട്രംപും ഒരേ എലീറ്റ് സർക്കിളിൽ ഉണ്ടായിരുന്ന ആളുകളാണ്. ഒരുപാട് ഇവൻസിലും പാർട്ടികളിലൊക്കെ ഇവർ ഒരുമിച്ചുണ്ടായിരുന്നു. അതിൻ്റെ ഫോട്ടോഗ്രാഫ്സും വീഡിയോസും മറ്റ് രേഖകളും ഒക്കെ പബ്ലിക് ഡൊമൈനിൽ അവൈലബിൾ ആണ്. പക്ഷേ അവർ ഒരുമിച്ച് പരിപാടികളിൽ പങ്കെടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ ഒരേ എലീറ്റ് ക്ലാസ് മെമ്പേഴ്സ് ആണ് എന്നുള്ളതുകൊണ്ട് അവർ ഒരുമിച്ച് ക്രൈം ചെയ്തിട്ടുണ്ടാവണം എന്ന് നിർബന്ധമൊന്നുമില്ല. കാരണം ഒരു എലീറ്റ് ക്ലാസ് പാർട്ടി അല്ലെങ്കിൽ ഒരു ഇവൻറ്റ് സംഘടിപ്പിക്കപ്പെടുമ്പോൾ അവിടെ വരുന്നത് അത്രയും ആളുകളാണ്. അപ്പോൾ എല്ലാവരും തമ്മിൽ ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കുക, സോഷ്യലൈസ് ചെയ്യുക, അതുപോലെ പാട്ടുകളുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരുമിച്ച് മദ്യപിക്കുക തുടങ്ങിയിട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നതാണ്. ഇതിൻ്റെ ഫോട്ടോസും വീഡിയോസും ഒക്കെ ഉണ്ടാവും. പക്ഷേ അതുകൊണ്ടൊന്നും നമുക്ക് അവർക്കിടയിൽ ഒരു വലിയ അന്തർധാര ഉണ്ടെന്നൊന്നും ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. ഉണ്ടാവാതിരിക്കാം. എന്തായാലും 2004 ഡൊണാൾഡ് ട്രംപ് ജെഫ്രി എപ്സ്റ്റീനുമായിട്ട് ഒരു ഡിസ്റ്റൻസ് ഇടുന്നത് നമ്മൾ കാണുന്നുണ്ട്. 2006 ജെഫ്രി എപ്സ്റ്റീൻ അറസ്റ്റിലാവുന്നത്. പ്രായപൂർത്തിയായിട്ടില്ലാത്ത പെൺകുട്ടികളെ സെക്ഷുവലി എക്സ്പ്ലോയിറ്റ് ചെയ്തു എന്ന് പറയുന്നതാണ് അയാൾക്കെതിരെ ഉണ്ടായിരുന്ന കുറ്റം. വേറെയും ഒരുപാട് കുറ്റങ്ങൾ ചാർത്തപ്പെട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇത്രയും ഗുരുതരമായ കുറ്റകൃത്യങ്ങൾ ചാർത്തപ്പെട്ടിട്ടും വളരെ കുറഞ്ഞ കാലത്തെ ശിക്ഷ മാത്രമാണ് ജെഫ്രി എപ്സ്റ്റീന് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ജയിലിൽ പോലും അയാൾ VIP പരിഗണനകൾ സ്വീകരിച്ചിട്ടാണ് അവിടെ നിന്നിരുന്നത്. ആ കേസിലേക്ക് നമ്മൾ നോക്കുമ്പോൾ സിസ്റ്റത്തിൻ്റെ കടുത്ത പരാജയം എന്നാണ് നമുക്കതിനെ വിശേഷിപ്പിക്കാൻ പറ്റുക. കാരണം എപ്സ്റ്റീനെ രക്ഷിച്ചു, അതേപോലെ വിക്ടിംസിനെ ഒറ്റപ്പെടുത്തി. കാരണം അയാൾക്ക് സ്വതന്ത്രമായി പുറത്തു പോകാനുള്ളൊരു അവസരം കൊടുക്കുന്ന സമയത്ത് അതിനെക്കുറിച്ചുള്ള കൃത്യമായ ധാരണകൾ ഇതിൽ വിക്ടിമായിട്ടുള്ള ആളുകളെ അറിയിക്കുക പോലും അവർ ചെയ്തിരുന്നില്ല. ഇത് അയാൾക്ക് തുടർന്നും അയാളുടെ ക്രൈം ചെയ്യാനുള്ള ഒരു അവസരമാണ് ഒരുക്കി കൊടുക്കുന്നത്. നമ്മൾ നോക്കുമ്പോൾ ഒരു ട്രംപ് എറ വരുന്നതിന് മുമ്പേ തന്നെ അവിടുത്തെ സോഷ്യൽ ജസ്റ്റിസ് സിസ്റ്റം ഫെയിലായി എന്ന് വേണം പറയാൻ. അതിനുശേഷം 2019 പബ്ലിക്കായി തന്നെ ഡൊണാൾഡ് ട്രംപ് പറയുന്നുണ്ട്, ഞാൻ ജെഫ്രി എപ്സ്റ്റീൻ്റെ ഒരു ഫാൻ അല്ലാന്ന്. ഞാനിങ്ങനെ ട്രംപ് പറഞ്ഞ കാര്യങ്ങളും ഇനി കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ പറയും. ഇതൊക്കെ പറയുമ്പോൾ ഞാൻ ആരെയും ന്യായീകരിക്കാൻ വേണ്ടി ഈ വീഡിയോ ചെയ്യുകയാണെന്ന് വിചാരിക്കരുത്. എന്തൊക്കെയാണോ പബ്ലിക് ഡൊമൈനിലുള്ള വെരിഫൈഡ് ആയിട്ടുള്ള ഫാക്ട്സ് അത് മാത്രമാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത്. ആരെയും അനാവശ്യമായി പ്രതിയാക്കാനോ ആരെയും അനാവശ്യമായി രക്ഷിച്ചെടുക്കാനോ വേണ്ടിയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റുകളൊന്നും നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നില്ല. ഡൊണാൾഡ് ട്രംപും ജെഫ്രി എപ്സ്റ്റീനും തമ്മിൽ കണക്റ്റഡ് ആയിരുന്നു, അല്ലെങ്കിൽ എപ്സ്റ്റീൻ ഫയൽസിൽ ഡൊണാൾഡ് ട്രംപിൻ്റെ പേരുണ്ട് എന്ന് പറയുമ്പോൾ എപ്സ്റ്റീൻ ഫയൽസിൽ ചൂണ്ടിക്കാണിക്കപ്പെടുന്ന ഒരു വിഷയത്തിലും ഡൊണാൾഡ് ട്രംപിന് നേരെ ഒരു ഡയറക്റ്റ് ലീഗൽ ചാർജ് ഇല്ല. ഒരു കുറ്റവാളിയുമായിട്ടൊരു അസോസിയേഷൻ ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ അത് അയാൾ നിയമപരമായി കുറ്റവാളിയാണ് എന്ന് തെളിയിക്കാൻ കോടതിയിൽ തെളിയിക്കാൻ പറ്റുന്നൊരു പ്രൂഫ് അല്ലല്ലോ. മാത്രമല്ല 2019 ജെഫ്രി എപ്സ്റ്റീൻ വീണ്ടും അറസ്റ്റിലാവുന്നത് ഡൊണാൾഡ് ട്രംപ് പ്രസിഡന്റ് ആയിരിക്കുന്ന സമയത്താണ്. ശക്തമായിട്ടുള്ള ഫെഡറൽ ചാർജസ് അയാളുടെ മേലുണ്ടായിരുന്നു. വളരെ സീരിയസ്
സീരിയസ് ആയിട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻ സ്റ്റാർട്ട് ചെയ്തു. ആദ്യത്തെ തവണ അയാൾക്ക് കൊടുത്തിരുന്ന ലീനിയൻ പ്ലീ ഡീൽ അയാൾക്ക് ഇപ്രാവശ്യം ഇല്ല. ട്രംപിന്റെ സപ്പോർട്ടേഴ്സ് പറയുന്നത് ട്രംപ് പ്രസിഡന്റ് ആയിരിക്കുന്ന സമയത്താണല്ലോ ഇയാൾ അറസ്റ്റിലാവുന്നത്, അപ്പോൾ ട്രംപിന്റെ പേര് വിശുദ്ധമാണ്. പക്ഷേ ട്രംപിനെ എതിർക്കുന്ന ആളുകൾ ചോദിക്കുന്നത്, അങ്ങനെയാണെങ്കിൽ എപ്സ്റ്റീൻ മരിച്ചതിന് ശേഷവും എന്തുകൊണ്ട് എപ്സ്റ്റീൻ ഫയൽസ് ഫുള്ളി ട്രാൻസ്പെറൻ്റ് ആയിട്ട് പൊതുജന സമക്ഷത്തിൽ എത്തിച്ചില്ല എന്നുള്ളതാണ്. കാരണം ഡൊണാൾഡ് ട്രംപിൻ്റെ അയാളുടെ പ്രസിഡൻസി ഇലക്ഷൻ്റെ സമയത്തുള്ള ഏറ്റവും വലിയ ക്യാമ്പയിൻ എന്ന് പറയുന്നത് എപ്സ്റ്റീൻ ഫയൽസ് വെളിച്ചത്ത് കൊണ്ടുവരും എന്നുള്ളതാണ്. അതിൽ പരാമർശിക്കപ്പെടുന്ന എല്ലാ വലിയ പേരുകാരെയും ഞാൻ എക്സ്പോസ് ചെയ്യും എന്നൊക്കെ ഉള്ളതായിരുന്നു ക്യാമ്പയിൻ്റെ സമയത്ത് പറഞ്ഞത്. പക്ഷേ പ്രസിഡൻ്റ് ആയതിനു ശേഷം അതിനെക്കുറിച്ച് ചോദിക്കുമ്പോൾ അതിനേക്കാൾ പ്രധാനപ്പെട്ട വിഷയങ്ങൾ നമുക്കിനി സംസാരിക്കാനുണ്ടല്ലോ എന്നുള്ള രീതിയിൽ എങ്ങും തൊടാതൊരു ഉത്തരമാണ് ഡൊണാൾഡ് ട്രംപിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. ഇതിനിടയിലാണ് ഇനിയാണ് കഥ ആരംഭിക്കുന്നത് എന്ന് പറയുന്നത് പോലെ ഒരു ഹീറോയിക് ആയിട്ടുള്ള എൻട്രി. ഈ എപ്സ്റ്റീൻ ഫയൽസ് വിവാദവുമായി ബന്ധപ്പെട്ട് പല പുകച്ചിലുകളും പല സൈഡിൽ നടക്കുമ്പോൾ ആരൊക്കെയാണ് ചെയ്തത്, എന്തൊക്കെയാണ് ക്രൈം, അതിൻ്റെ വീഡിയോ കിട്ടുമോ, ഫോട്ടോ കിട്ടുമോ തുടങ്ങിയിട്ടുള്ള അന്വേഷണങ്ങളൊക്കെ ഒരു സൈഡിൽ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇതിനെക്കുറിച്ച് വളരെ സമഗ്രമായ ഒരു അന്വേഷണം നടത്തി ഒരു അന്വേഷണാത്മക പത്രപ്രവർത്തക എങ്ങനെ ഈ കേസിനെ ഡീൽ ചെയ്യണം എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണമാകത്തക്ക രീതിയിൽ, മാതൃകയാകത്തക്ക രീതിയിൽ ഈ കേസിനെ ഡീൽ ചെയ്ത ആളാണ് ജൂലി കെ ബ്രൗൺ. മിയാമി ഹെറാൾഡ് പത്രത്തിലെ ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസ്റ്റാണ് ജൂലി കെ ബ്രൗൺ. 2018 എപ്സ്റ്റീൻ ഫയൽസുമായിട്ട് ബന്ധപ്പെട്ട് അവർ നടത്തിയ ഒരു ലോങ് ടേം ഇൻവെസ്റ്റിഗേഷനാണ് ഒരു ഡെഡ് എൻഡിൽ നിന്ന് എപ്സ്റ്റീൻ കേസ് വീണ്ടും ജനങ്ങളുടെ ചർച്ചയാവുന്നത്. 2008 എപ്സ്റ്റീനെ ജയിലിൽ നിന്ന് മോചിതനാക്കുന്ന പ്ലീ ഡീൽ അവർ ശരിക്കും പരിശോധിച്ചു. അവിടെ പ്രോസിക്യൂട്ടറിൻ്റെ ഭാഗത്തു നിന്നുണ്ടായ വീഴ്ചയെക്കുറിച്ച് അവർ മനസ്സിലാക്കി. വളരെ സീക്രട്ടായിട്ട് അൺയൂഷ്വലായിട്ട് കൊടുത്ത ആ ലീനിയൻ പ്ലീ ഡീൽ അതെങ്ങനെ എന്തുകൊണ്ട് കിട്ടി എന്നവർ അന്വേഷിച്ചു. അത് ജസ്റ്റിസ് ആണോ എന്ന് പൊതുജന സമക്ഷത്തിൽ ആദ്യമായി ചോദിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ശബ്ദം അവളുടേതായിരുന്നു. ഈ കേസുമായി ബന്ധപ്പെട്ട സർവൈവേഴ്സിനെയൊക്കെ കണ്ടെത്തി അവരുമായി നേരിട്ട് സംസാരിച്ചു. വർഷങ്ങളായി സൈലൻസിലായിരുന്ന സർവൈവേഴ്സിനെ അവരെ പേഴ്സണലി സമീപിച്ച് അവരുടെ സ്റ്റോറീസ് വെരിഫൈ ചെയ്ത് അവരുടെ ഉള്ളിലെ ഭയത്തിനെ മറികടക്കാനുള്ള ധൈര്യം അവർക്ക് പകർന്നു നൽകിയത് ജൂലി കെ ബ്രൗൺ ആണ്. നമ്മുടെ നാട്ടിലും ഒരു പെൺകുട്ടി അല്ലെങ്കിൽ ഒന്നിലധികം പെൺകുട്ടികളൊക്കെ ഇരയാവുന്ന കേസുകൾ വരുമ്പോൾ പലപ്പോഴും മാധ്യമപ്രവർത്തകർ അതിനെ ഡീൽ ചെയ്യുന്നത് ഒരു ഗോസിപ്പിനെ ഡീൽ ചെയ്യുന്നത് പോലെയല്ലേ എന്ന് തോന്നിയിട്ടുണ്ട്. ഇവിടെ ജൂലി കെ ബ്രൗൺ ചെയ്തത് ഒരു ഗോസിപ്പ് ജേർണലിസം അല്ല, ട്രോമ ഇൻഫോംഡ് റിപ്പോർട്ടിംഗ് ആയിരുന്നു. ഇവിടെ ജൂലി ബ്രൗൺ എക്സ്പോസ് ചെയ്തത് സിസ്റ്റത്തിൻ്റെ ഫെയിലിയർ എന്തായിരുന്നു എന്നാണ്. ജൂലി ബ്രൗണിൻ്റെ റിപ്പോർട്ടിൽ പ്രോസിക്യൂട്ടേഴ്സ് എങ്ങനെയാണ് സോഫ്റ്റായി മാറിയത്, വിക്ടിംസ് എങ്ങനെയാണ് ഈ കേസിൽ ഇഗ്നോർ ചെയ്യപ്പെട്ടത്, ലോ എൻഫോഴ്സ്മെന്റുകൾ എവിടെയൊക്കെയാണ് ഫെയിലായത് തുടങ്ങി സമഗ്രമായ അന്വേഷണങ്ങൾ ഉണ്ടായിരുന്നു. കാരണം ജൂലി ബ്രൗണിൻ്റെ ഫോക്കസ് മുഴുവൻ സിസ്റ്റത്തിനെ കുറിച്ചായിരുന്നു. എപ്സ്റ്റീൻ്റെ കേസിൻ്റെ പുറകെയുള്ള അന്വേഷണം എന്നതിനേക്കാൾ സിസ്റ്റത്തിൽ ഫോക്കസ് ചെയ്ത് അവർ നടത്തിയ അന്വേഷണമാണ് ഈ വിവരങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നത്. അതൊരു പബ്ലിക് പ്രഷർ ക്രിയേറ്റ് ചെയ്തു. അവരുടെ റിപ്പോർട്ട് പുറത്തു വന്നതോടുകൂടി ഒരു നാഷണൽ ഔട്ട്റേജ് തന്നെ ഉണ്ടായി, ശക്തമായ ലീഗൽ സ്ക്രൂട്ടണി ഉണ്ടായി, ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ജസ്റ്റിസിൻ്റെ ശക്തമായ ഇടപെടലുകളുണ്ടായി. ഇതിൻ്റെ ഡയറക്റ്റ് റിസൾട്ടായിട്ടാണ് 2019 ജെഫ്രി എപ്സ്റ്റീൻ വീണ്ടും അറസ്റ്റിലാവുന്നത്. ജൂലി കെ ബ്രൗണിൻ്റെ വർക്ക് പിന്നീട് പുലിസ്റ്റർ പ്രൈസ് നേടി. എപ്സ്റ്റീൻ്റെ കേസ് ഒരു നാഷണൽ ഇഷ്യൂ ആയിട്ട് മാറി. വിക്ടിംസിന് ഇവിടെ ഒരു ക്രെഡിബിലിറ്റി കിട്ടി. പവർ പ്രൊട്ടക്ട്സ് പവർ എന്ന് പറയുന്ന ആ നരേറ്റീവ് അതെല്ലാവരുടെയും ഒരു ചർച്ചയായിട്ട് മാറി. ഇനി എപ്സ്റ്റീൻ കേസിൽ ജൂലി ബ്രൗണിൻ്റെ റിപ്പോർട്ട് ഇല്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ ഹിസ്റ്ററി പുസ്തകങ്ങളുടെയൊക്കെ ഫുട് നോട്ടിൽ മാത്രം ഒതുങ്ങേണ്ട കുഞ്ഞു നോട്ട്സ് മാത്രമായിട്ട് ഈ കേസുകളെല്ലാം ഇല്ലാണ്ടായിപ്പോയേനെ. പക്ഷെ നമ്മൾ വീണ്ടും മനസ്സിലാക്കേണ്ടത് അവൾ എപ്സ്റ്റീനെ എക്സ്പോസ് ചെയ്യുക എന്നുള്ളത് മാത്രമല്ല ചെയ്തത്, സിസ്റ്റത്തിനെ കൂടി എക്സ്പോസ് ചെയ്യുമായിരുന്നു. കാരണം സിസ്റ്റമാണ് ഇവിടെ മാറേണ്ടത്. എപ്സ്റ്റീനെ എക്സ്പോസ് ചെയ്ത് അയാളെ എല്ലാവരുടെയും മുമ്പിൽ തുറന്നു കാണിച്ചു, അയാളെ ഇല്ലാതാക്കി. നാളെ വീണ്ടും ഒരു എപ്സ്റ്റീൻ ഉണ്ടായി വരും. കാരണം അതിനിവിടെ ഒരു സ്പേസ് ഉണ്ട്. പക്ഷേ സിസ്റ്റത്തിനെ നമ്മൾ എക്സ്പോസ് ചെയ്ത് അവിടെ ചോദ്യങ്ങൾ ചോദിച്ച് സിസ്റ്റം മാറുകയാണെങ്കിൽ എപ്സ്റ്റീനെ പോലെ മറ്റൊരു എപ്സ്റ്റീൻ ഉണ്ടാകാനുള്ള സാധ്യതയെ തന്നെ നമുക്ക് കട്ട് ഓഫ് ചെയ്യാൻ പറ്റും. ഒരു നല്ല മാധ്യമ പ്രവർത്തനം എന്താണ് എന്ന് ചോദിച്ചാൽ അതിനൊരു ഉദാഹരണമാണിത്. ഇനി എന്താണ് ഈ എപ്സ്റ്റീൻ ഫയൽസ് എന്ന് പറയുന്നത്? എപ്സ്റ്റീൻ ഫയൽസ് എന്ന് പറയുന്നത് കുറേ വിവരങ്ങളുടെ ഒരു റോ ആയിട്ടുള്ള ശേഖരമാണ്. ഒരുപാട് ഇമെയിലുകൾ അടങ്ങിയിട്ടുണ്ട്, ഒരുപാട് നോട്ട്സ് ഉണ്ട്, ഒരുപാട് ഷെഡ്യൂൾസ് ഉണ്ട്, കോൺടാക്ട് ലിസ്റ്റുകളുണ്ട്, കോഡ് ഡോക്യുമെൻറ്റ്സ് ഉണ്ട്. അങ്ങനെ ഒരുപാട്, അതായത് റോ ഡാറ്റയും ഇൻഫർമേഷനും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ റോ ആയിട്ട് കിട്ടുന്ന ഡാറ്റയിൽ നിന്ന് ആവശ്യമുള്ളതിനെ കൃത്യമായി കണക്ട് ചെയ്ത് യോജിപ്പിച്ചുണ്ടാക്കുന്നതാണ് ഇൻഫർമേഷൻ. ഇവിടെ ഇൻഫർമേഷനേക്കാൾ കൂടുതലുള്ളത് റോ ഡാറ്റയാണ്. ഇതിൽ പല കാര്യങ്ങൾക്കും കോൺടെക്സ്റ്റ് ഇല്ല. ഈ ഒരു രേഖയുണ്ട്, ഈ രേഖയുടെ കാര്യകാരണങ്ങളും ഇത് ഏത് സിറ്റുവേഷനിലുണ്ടായ രേഖയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് പലതിനും ഇവിടെ ഉത്തരങ്ങളില്ല. അതുകൊണ്ട് തന്നെ
ഇവിടെ ഉണ്ടാകുന്നൊരു വലിയ തെറ്റിദ്ധാരണ, എപ്സ്റ്റീൻ ഫയൽസിൽ പേരുണ്ടോ അയാളൊരു കുറ്റവാളിയാണ് എന്ന് പറയുന്നൊരു ധാരണ പ്രചരിപ്പിക്കപ്പെടുന്നുണ്ട്. ആക്ച്വലി അത് തെറ്റാണ്. നിയമപ്രകാരം തെറ്റുകാരനാണോ അല്ലയോ എന്ന് ഡിസൈഡ് ചെയ്യേണ്ടത് കോടതിയാണ്. റോ ഡോക്യുമെൻറ്റ്സ് എല്ലാം കൂടി കൊണ്ടുവച്ചിട്ട് അതിൽ പേരുള്ളത് കൊണ്ട് ഇയാൾ കുറ്റവാളിയാണ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. തീർച്ചയായും അതിശക്തമായ അന്വേഷണങ്ങൾ ഉണ്ടാവണം, ഒരുപാട് ആളുകൾ ചോദ്യം ചെയ്യേണ്ടതായിട്ടുണ്ട്, രേഖകൾ കൂടുതൽ പരിശോധിക്കപ്പെടേണ്ടതായിട്ടുണ്ട്. അങ്ങനെയാണ് ഒരാൾ കുറ്റവാളിയാണോ അല്ലയോ എന്ന് വരേണ്ടത്. അല്ലാതെ രേഖയിൽ പേരുണ്ട് എന്നുള്ളതുകൊണ്ട് ഞാനിപ്പോൾ വെറുതെ ഒരു കത്തയച്ചു, ആ കത്തിൽ ഒരു 10 പേരുടെ പേരെഴുതി, ആ 10 പേരിൽ 5 പേർക്ക് ചിലപ്പോൾ എന്നെ അറിയ പോലും ഉണ്ടാവില്ല, പക്ഷേ ഞാൻ മെൻഷൻ ചെയ്തു എന്നുള്ളതുകൊണ്ട് നാളെ ഞാൻ പ്രതിയാവുന്ന സമയത്ത് ഇവർ 10 പേരും പ്രതിയാവാൻ പാടില്ലല്ലോ. അപ്പോൾ കൃത്യമായിട്ടുള്ള കണക്ഷൻസ് എന്തൊക്കെയാണെന്നുള്ളത് അന്വേഷിക്കപ്പെടേണ്ടതാണ്. ഇപ്പോൾ എപ്സ്റ്റീൻ ഫയൽസ് ഏറ്റവും വലിയൊരു ചർച്ചയായിട്ട് മാറുന്നത് ജനുവരി 30 എപ്സ്റ്റീൻ ഫയൽസിൻ്റെ പൂർണ്ണരൂപം എന്ന് പറയാൻ പറ്റില്ല, ഒരുപാട് എഡിറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ്, പക്ഷേ പരമാവധി ഡീറ്റെയിൽസ് ഇപ്പോൾ പബ്ലിഷ് ചെയ്യപ്പെട്ടു. അങ്ങനെ പബ്ലിഷ് ചെയ്യപ്പെട്ടപ്പോൾ എപ്സ്റ്റീൻ ഫയൽസിൽ നരേന്ദ്രമോദിയുടെ പേര് കൂടി ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു ആരോപണം. പക്ഷേ ആ എപ്സ്റ്റീൻ ഫയൽസിൽ നരേന്ദ്രമോദിയുടെ പേര് പരാമർശിക്കപ്പെടുന്നത് ഒരു വിദേശ സന്ദർശനത്തിനെക്കുറിച്ച് വളരെ കാഷ്വൽ എന്ന് പറയാവുന്ന രീതിയിലുള്ള റെഫറൻസ് മാത്രമാണ്. ക്രൈമുമായിട്ട് ഏതെങ്കിലും തരത്തിൽ ഏതെങ്കിലും ഒരു ക്രൈമുമായിട്ട് ഒരു ബന്ധമുണ്ട് എന്നുള്ള രീതിയിൽ തെളിയിക്കാനാവുന്ന ഒന്നും തന്നെയില്ല. നമ്മുടെ വിദേശകാര്യ മന്ത്രാലയമൊക്കെ അതിന് കൃത്യമായ മറുപടിയും കൊടുത്തിട്ടുണ്ട്. ഇനി അതിനപ്പുറം എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായും അന്വേഷണങ്ങൾ നടക്കട്ടെ, അതിനുശേഷം അതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ പുറത്തു വരട്ടെ. ഇനി ട്രംപിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഇലക്ഷൻ്റെ സമയത്ത് അയാൾ പറഞ്ഞത് എപ്സ്റ്റീൻ ഫയൽസിലെ മുഴുവൻ വിവരങ്ങളും പുറത്തു വിടുമെന്നായിരുന്നു. പക്ഷേ ഇലക്ഷൻ ജയിച്ചതിന് ശേഷം അത് പുറത്തു വിട്ടില്ല. അതെന്തുകൊണ്ടാണ് എന്നുള്ളതാണ് ട്രംപിന് നേരെ ഉയരുന്നത്. കാരണം ട്രംപിൻ്റെ പേരും എപ്സ്റ്റീൻ ഫയൽസിൽ പരാമർശിക്കപ്പെടുന്നുണ്ട്. അപ്പോൾ അയാളത് എന്തുകൊണ്ട് പുറത്തു വിട്ടില്ല എന്നുള്ളതാണ് ചോദ്യം. അവിടെ വളരെയധികം പരിഗണിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. വിക്ടിമിൻ്റെ പ്രൈവസി അത് വളരെ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ഈവൻ ഇന്ത്യയിലെ കാര്യം നമ്മൾ എടുത്ത് നോക്കിയാലും ലോകമെമ്പാടും ഏറ്റവും കൂടുതൽ പ്രാധാന്യത്തോടു കൂടി പരിഗണിക്കുന്ന ഒരു വിഷയമാണ്. ഒരു കേസ് ഉണ്ടാകുമ്പോൾ അവിടെ പ്രത്യേകിച്ച് അണ്ടർ ഏജ്ഡ് ആയിട്ടുള്ള പെൺകുട്ടികൾ പരാതിക്കാരായി നിൽക്കുന്ന സമയത്ത് അവരുടെ പ്രൈവസി എന്ന് പറയുന്നത് വളരെ 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 പ്രാധാന്യം അർഹിക്കുന്നതാണ്. രേഖകളൊക്കെ കംപ്ലീറ്റ്ലി പുറത്തേക്ക് വിടുക എന്ന് പറയുന്നത് ഇത്രയും ആളുകളുടെ വിവരങ്ങൾ കൂടിയാണ് അവിടെ ചോർന്നു പോകുന്നത്. തീർച്ചയായും ആ ഇരകളെ അന്വേഷിച്ച ആളുകൾ ചെല്ലാൻ തുടങ്ങും. അതിൽ നിന്ന് ഈ മാധ്യമപ്രവർത്തനം എന്നുള്ള രീതിയിലും അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലെ കണ്ടൻറ് ക്രിയേഷൻ്റെ ഭാഗമായിട്ടും ഒക്കെ അവരുടെ ജീവിതത്തിൽ പിന്നീട് ഒരുപാട് കാര്യങ്ങൾ സാക്രിഫൈസ് ചെയ്യേണ്ടി വരും. ആൻഡ് ഓഫ് കോഴ്സ് ഇതിനകത്ത് ഒരുപാട് എലീറ്റ് ക്ലാസ്സിൽ പെടുന്ന ആളുകളുണ്ട്, ബിസിനസ്സുകാരുണ്ട്, രാഷ്ട്രീയ പ്രവർത്തകരുണ്ട്. ഇവരുടെ ഒക്കെ ക്രെഡിബിലിറ്റിയെ ബാധിക്കുന്ന, അവരെയൊക്കെ ഡീഫെയിം ചെയ്യാൻ ഉപയോഗിക്കത്തക്ക രീതിയിലുള്ള ഒരു ഡേറ്റയാണത്. മാത്രമല്ല അതിൽ ഒരുപാട് സീൽഡ് കോർട്ട് ഡോക്യുമെൻറ്റ്സ് ഉണ്ടെന്നാണ് പറയുന്നത്. അതിൻ്റെ കൂടെ നാഷണൽ സെക്യൂരിറ്റി എന്ന് പറയുന്നത് വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതിനകത്ത് നരേന്ദ്രമോദിയുടെ പേര് പരാമർശിക്കപ്പെടുന്നു എന്നുള്ളത് ഇന്ത്യയിൽ ഇത്രയും വിവാദങ്ങൾ ഉണ്ടാക്കുമ്പോൾ മറ്റു പല രാജ്യങ്ങളിലും ഈവൻ ഇന്ത്യയിലടക്കം മറ്റെന്തെങ്കിലും വിവരങ്ങൾ കൂടി പുറത്തു വരികയാണെങ്കിൽ അൺവെരിഫൈഡ് ആയിരിക്കും, പക്ഷേ ആ വിവരം പുറത്തു വരുന്നതിൻ്റെ പേരിൽ ചിലപ്പോൾ ഒരു രാജ്യത്തൊരു കലാപം തന്നെ ഉണ്ടായേക്കാം. കാരണം അത്രയും വളരെ പ്രശ്നകരമായിട്ടുള്ള ആരോപണങ്ങളാണ് എപ്സ്റ്റീൻ വിവാദവുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്നത്. പ്രായപൂർത്തിയാവാത്ത പെൺകുട്ടികളെ സെക്ഷലി ദുരുപയോഗം ചെയ്യുക എന്ന് പറയുന്നത് സാമൂഹ്യമായിട്ടുള്ള ഏത് കാഴ്ചപ്പാടിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ്. അത്രയും ഗുരുതരമായ കാര്യങ്ങൾ ഇത്രയും രാജ്യത്തെ നേതാക്കന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും കണക്റ്റഡ് ആയിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ രാജ്യങ്ങൾ തമ്മിൽ ചിലപ്പോൾ യുദ്ധങ്ങൾ വരെ ഉണ്ടായേക്കാം. അങ്ങനെ പലവിധ കാരണങ്ങൾ കൊണ്ട് അവർക്ക് എപ്സ്റ്റീൻ ഫയൽസ് പൂർണ്ണമായും പുറത്തുവിടാൻ പറ്റാതിരുന്നതായിരിക്കാം. പക്ഷേ ഡൊണാൾഡ് ട്രംപ് ചെയ്തതും അതുപോലെ ഇന്ന് രാഷ്ട്രീയക്കാരെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്തുകൊണ്ടിരിക്കുന്നതുമായിട്ടുള്ള കാര്യം, ഈ എപ്സ്റ്റീൻ ഫയൽസ് എന്ന് പറയുന്നത് നമുക്ക് രാഷ്ട്രീയ ആയുധമാക്കുക എന്ന് പറയുന്നത് വളരെ എളുപ്പമാണ്, എല്ലാവരും ഇത് ചെയ്യുന്നുണ്ട്. പക്ഷെ നിയമപരമായി നമ്മൾ ഈ ലോകത്തിൻ്റെ തന്നെ ബാലൻസിന് കണക്കിലെടുത്ത് നോക്കുമ്പോൾ അങ്ങനെ അങ്ങ് പബ്ലിഷ് ചെയ്യുക എന്ന് പറയുന്നത് അത്ര ഈസി ആയിട്ടുള്ള കാര്യമല്ല. പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എപ്സ്റ്റീൻ ഫയൽസിലെ പേരുകൾ എന്ന് പറയുന്നത് ഇത് ഗിൽറ്റി ആയിട്ടുള്ള ആൾക്കാരുടെ ലിസ്റ്റ് അല്ല, അവിടെ ഇവിടെയൊക്കെ ആയിട്ട് പരാമർശിക്കപ്പെട്ട ആളുകൾ മാത്രമാണ്. അതൊരിക്കലും ഒരു ഫൈനൽ വേർഡിക്റ്റ് ആയിട്ട് നമ്മൾ പരിഗണിക്കരുത്. മറിച്ച് എപ്സ്റ്റീൻ ഫയൽസുമായി ബന്ധപ്പെട്ടുണ്ടാവുന്ന ഈ വിവാദങ്ങൾ എന്ന് പറയുന്നത് ഇത് ആക്ച്വലി ഒരു വലിയ മെസ്സേജാണ്. ഈ കേസ് ഒരിക്കലും നിശബ്ദമായി അടച്ചു പൂട്ടാൻ പറ്റില്ല എന്നുള്ള ശക്തമായിട്ടുള്ള മെസ്സേജ്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട എപ്സ്റ്റീൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള കുറ്റകൃത്യങ്ങളിൽ കുട്ടികളെ ഗ്രൂമിങ് ചെയ്തു എന്നുള്ളതാണ്. അതിനയാൾ ഉപയോഗിച്ചിരിക്കുന്ന മാർഗ്ഗങ്ങളും നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം. കാരണം നമ്മുടെ മാതാപിതാക്കളും സമൂഹവും ഒക്കെ ഒന്നടങ്കം അറിഞ്ഞിരിക്കേണ്ട, ശ്രദ്ധ പുലർത്തേണ്ട കുറേ വിഷയങ്ങൾ ഈ ക്രൈമിൻ്റെ മെത്തേഡിലുണ്ട്. എപ്സ്റ്റീൻ ഒരിക്കലും ഒരു ഫോഴ്സ്ഡ് കിഡ്നാപ്പിംഗ് ചെയ്തു എന്നുള്ള രീതിയിൽ ഇതുവരെ പുറത്തു വന്നിട്ടില്ല. നേരെ മറിച്ച് വളരെ സ്ലോ ആയിട്ടുള്ള സൈക്കോളജിക്കൽ ഗ്രൂമിംഗ് ആണ് പെൺകുട്ടികളുടെ കാര്യത്തിൽ അയാൾ നടത്തിയിട്ടുള്ളത്. വളരെ വൾണറബിൾ ആയിട്ടുള്ള ടീനേജിൽ നിൽക്കുന്ന പെൺകുട്ടികളെ കണ്ടെത്തുക എന്നുള്ളതാണ് ആദ്യം ചെയ്തിരുന്നത്. അവർ ചിലപ്പോൾ അച്ഛനമ്മമാരില്ലാത്തതോ അല്ലെങ്കിൽ സാമ്പത്തികമായി വളരെ പിന്നോക്കാവസ്ഥയിൽ നിൽക്കുന്നതോ ഒക്കെ ആയിട്ടുള്ള വളരെ വൾണറബിൾ സ്റ്റേജിൽ നിൽക്കുന്ന ആളുകളാണ്. അവർക്ക് പണം ഓഫർ ചെയ്ത്, സമ്മാനങ്ങൾ ഓഫർ ചെയ്ത്, ഒരു
ഒരു സീക്രസി ഓഫർ ചെയ്തിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്, ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്, ദിസ് ഈസ് നോർമൽ എന്ന് പറയുന്ന ഒരു തോന്നൽ അവരുടെ ഉള്ളിൽ ബിൽഡ് ചെയ്യുകയാണ്. അയാളുടെ കുറ്റകൃത്യങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മോഡ് ഓഫ് ഓപ്പറേഷൻ എന്ന് പറയുന്നത് പിയർ ടു പിയർ റിക്രൂട്ട്മെൻറ്റ് നടത്തി എന്നുള്ളതാണ്. ഒരു പെൺകുട്ടി ആ പ്രായത്തിൽ നിൽക്കുന്ന മറ്റു പെൺകുട്ടികളുമായി കണക്ട് ചെയ്ത് ആ രീതിയിലാണ് ഈ നെറ്റ്വർക്ക് അയാൾ ബിൽഡ് ചെയ്തത്. ഒരുപാട് അനൗദ്യോഗിക വിവരങ്ങൾ, ഒരുപാട് വീഡിയോസും ഫോട്ടോസും ഒക്കെ ആയിട്ട് പ്രചരിപ്പിക്കപ്പെടുന്നത് വളരെ ചെറിയ പ്രായത്തിലുള്ള കുഞ്ഞു കുട്ടികൾ വരെ എന്നുള്ളതാണ്. പക്ഷേ കോടതി രേഖകൾ വ്യക്തമാക്കുന്നത് ടീനേജിൽ നിൽക്കുന്ന പെൺകുട്ടികൾ വരെ എന്നാണ്. ഇത് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ കുട്ടികൾക്ക് പണം കൊടുത്തു, അപ്പോൾ അവർ സ്വന്തം ഇഷ്ടത്തിന് ചെയ്തതല്ലേ എന്നുള്ള രീതിയിലുള്ള ന്യായീകരണങ്ങളുണ്ടല്ലോ. ദയവേത് ആ ന്യായീകരണങ്ങളൊന്നും നിങ്ങൾ മനസ്സിൽ പോലും സങ്കല്പത്തിൽ പോലും കൊണ്ടുവരരുതെന്നാണ്. ഇത് കൺസെൻ്റ് അല്ല, ഇത് മാനിപ്പുലേഷനാണ്. ഗതികെട്ടൊരവസ്ഥയിൽ നിൽക്കുന്ന അല്ലെങ്കിൽ പെട്ടെന്ന് മാനിപ്പുലേറ്റഡ് ആവുന്ന പ്രായത്തിലുള്ള പെൺകുട്ടികളെ ഗിഫ്റ്റ് ഓർഡർ ചെയ്ത് അയാളുടെ കയ്യിലുള്ള പവർ ഉപയോഗിച്ചുകൊണ്ട് അയാൾ മാനിപ്പുലേറ്റ് ചെയ്തെടുക്കുകയായിരുന്നു. അതൊരിക്കലും ഒരു കൺസെൻ്റ് അല്ല. ഇറ്റ്സ് ആൻ അബ്യൂസ് ഓഫ് പവർ. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എപ്സ്റ്റീൻ്റെ മരണമാണ്. എപ്സ്റ്റീൻ മരിക്കുന്നത് ജയിലിലായി വളരെ കുറച്ച് സമയത്തിനുള്ളിലാണ്. ഇതിനിടയിൽ അയാളുടെ ട്രയൽ നടന്നിട്ടില്ല, കോടതിയിലെ വാദങ്ങളൊന്നും പൂർത്തിയാക്കിയിട്ടില്ല. അയാളുടെ നെറ്റ്വർക്കുകൾ എക്സ്പോസ്ഡ് ആവുന്നതിന് മുമ്പേ അയാൾ ആത്മഹത്യ ചെയ്തു എന്നാണ് ഒഫീഷ്യൽ റെക്കോർഡ്സിലുള്ളത്. ഈ നെറ്റ്വർക്കുകളൊന്നും ഇതിനെക്കുറിച്ചുള്ള കൃത്യമായിട്ടുള്ള അന്വേഷണങ്ങളൊക്കെ നടക്കുന്നതിന് മുമ്പേ അയാൾ മരിച്ചു. സോ കൃത്യമായ ക്രോസ് എക്സാമിനേഷൻസോ പരിശോധനകളോ ഒന്നും നടന്നിട്ടില്ലാത്തത് കൊണ്ട് നമ്മൾ കേൾക്കുന്നതിൽ പലതും ഹാഫ് ട്രൂത്താണ്. പകുതി സത്യമായിരിക്കാം, പക്ഷേ പകുതി മെനഞ്ഞുണ്ടാക്കുന്ന കഥകളാണ്. അങ്ങനെ വരുമ്പോൾ ഇതൊരു വാക്വമാണ്. അതായത് ഇത്രയും സ്പേസിൽ സത്യം നമുക്ക് ആവശ്യമാണ്, പക്ഷേ ഈ സത്യം ഫില്ല് ചെയ്യുന്നതിന് മുമ്പ് ഇയാൾ മരിച്ചു. അപ്പോൾ അവിടെ ഒരു വാക്വമുണ്ട്. ആ സ്പേസിനെ ഉപയോഗിച്ചാണ് ഇവിടെ ഒരുപാട് കോൺസ്പിറസീസ് ബിൽഡാവുന്നത്, ഒരുപാട് മിസ്ഇൻഫർമേഷൻ ഉണ്ടാവുന്നു. പൊളിറ്റിക്കൽ പാർട്ടീസ് ഇതിനെ വളരെയധികം ദുരുപയോഗം ചെയ്യുന്നു. ഇതെല്ലാം ജനങ്ങളെയും വളരെ കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള ഒരു സ്റ്റേജിൽ കൊണ്ടെത്തിക്കുകയാണ്. ഇവിടെ ഇത്രയും വലിയൊരു വിഷയത്തിനെ എക്സ്പോസ് ചെയ്ത ജൂലി കെ ബ്രൗണിനെ പോലെ ഒരു മാധ്യമപ്രവർത്തക കാണിച്ച, പക്ഷേ നമ്മുടെ ഇന്നത്തെ സോഷ്യൽ മീഡിയ സെൻസേഷണലൈസേഷൻ്റെ ഒക്കെ ഭാഗമായിട്ട് പലരും ശ്രദ്ധിക്കാതെ പോകുന്നൊരു കാര്യമുണ്ട്. എപ്സ്റ്റീൻ ഫയൽസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പല വിവരങ്ങളും ഇതൊക്കെയാണ് വിവരങ്ങൾ എന്നുള്ള രീതിയിൽ നിങ്ങൾ പബ്ലിഷ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ആണ്. പ്രത്യേകിച്ച് വളരെ കുഞ്ഞു കുട്ടികൾ ആക്രമിക്കപ്പെട്ടു എന്ന് പറയുന്നത് പോലെയുള്ള കാര്യങ്ങൾ നിങ്ങൾ പൊതുജനങ്ങളുടെ ഇടയിലേക്ക് ഷെയർ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കണ്ടന്റ് വരെ ഉണ്ടാക്കിയെടുത്ത് പ്രചരിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ സംഭവിക്കുന്ന ഒരു പ്രശ്നം, നിങ്ങൾക്കിതൊരു എൻ്റർടൈൻമെൻറ്റ് കണ്ടന്റ് ആയിരിക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ളൊരു പ്രഷർ കണ്ടെത്തലായിരിക്കും. പക്ഷേ റിപ്പീറ്റഡ് ആയിട്ട് ഇത്തരം കണ്ടന്റിനോട് എക്സ്പോസ്ഡ് ആവുന്നത് വളരെ ട്രോമറ്റൈസിങ് ആയിട്ടുള്ള കാര്യമാണ്. പ്രത്യേകിച്ച് വളരെ ചെറിയ പ്രായത്തിൽ ട്രോമറ്റൈസിങ് ആയിട്ടുള്ള സിറ്റുവേഷൻസിലൂടെ കടന്നുപോയ ആളുകൾ ആക്സിഡൻ്റലി പോലും ഇത്തരം വീഡിയോസിലേക്കോ റീലുകളിലേക്കോ ഒക്കെ ചെന്ന് ലാൻഡ് ചെയ്യുന്നത് ചിലപ്പോൾ ദിവസങ്ങളോളം അവരുടെ മനസമാധാനത്തിന് ഇല്ലാതാക്കുന്നത് പോലെയാണ്. അത് സോഷ്യൽ മീഡിയയോട് മാത്രമല്ല, നമ്മുടെ മെയിൻ സ്ട്രീം മീഡിയയോടും പറയാനുള്ളതാണ്. നിങ്ങൾക്ക് ട്രിഗർ വാർണിങ്ങുകൾ കൊടുത്തൂടെ? ഇനി നമ്മൾ പറയാൻ പോകുന്ന കാര്യങ്ങൾ കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാവാൻ സാധ്യതയുണ്ട്, നിങ്ങൾ പറ്റുകയാണെങ്കിൽ ഇതിൽ നിന്ന് മാറി നിൽക്കുമെന്ന്. മാത്രമല്ല, ഒരാളുടെ പേര് കിട്ടിയെന്ന് പറയുമ്പോൾ പിന്നെ അത് കാണിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ആ പേരുകാരനെ ചേർത്ത് ഏറ്റവും ഭീകരമായ കാര്യം നടന്നു എന്ന് കാണിക്കാൻ വേണ്ടി ഇതിനെ മുഴുവൻ നിങ്ങൾ വളരെ വലിയൊരു വിഷയമായിട്ട് അവതരിപ്പിക്കുകയാണ്. വലിയ വിഷയം തന്നെയാണ്, പക്ഷേ അത് സെൻസേഷണലൈസ് ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. ഇതിനകത്തുള്ളൊരു പൊളിറ്റിക്സ് പലപ്പോഴും ഇഗ്നോർ ചെയ്യപ്പെടുകയാണ്. പ്രതികളെ കണ്ടെത്തണം, പ്രതിനെ കിട്ടിയിട്ട് വേണം നമുക്ക് അങ്ങനെ ആക്കാൻ, കണ്ടോ അയാളൊക്കെ എന്ത് വൃത്തികെട്ടവനാണ് എന്ന് പറയാൻ വേണ്ടി രാഷ്ട്രീയക്കാരടക്കം എടുത്ത് ഉപയോഗിക്കുന്നതിനപ്പുറത്തേക്ക് സിസ്റ്റത്തിനെ ഇവിടെ ആരും വിലയിരുത്തുന്നില്ല. എപ്സ്റ്റീൻ ഫയൽസ് US നടന്നിട്ടുള്ള കാര്യം, അവിടെ അതിൻ്റെ ചർച്ചകളും കാര്യങ്ങളും നടക്കുന്നു, അത് വിവാദമായി പുകയുന്നു, ലോക നേതാക്കളും വലിയ കോടീശ്വരന്മാരും ഒക്കെ അതിൽ ഉൾപ്പെട്ടു എന്ന് പറയുന്നു. ശരി, പക്ഷേ അത്തരം സാഹചര്യങ്ങൾ നമ്മുടെ നാട്ടിലും നടക്കാതിരിക്കണം, ലോകമെമ്പാടും നടക്കാതിരിക്കണം. അതിന് സിസ്റ്റത്തിൽ എന്ത് മാറ്റമാണ് വേണ്ടത്, നമ്മുടെ ഭരണ സംവിധാനത്തിൽ നിയമങ്ങളിൽ വരേണ്ട മാറ്റങ്ങളെക്കുറിച്ച് അത്തരം ചർച്ചകളൊന്നും തന്നെ ഇവിടെ നടക്കുന്നില്ല. അല്ലെങ്കിൽ സിസ്റ്റത്തിന് മുകളിൽ പണവും അധികാരവും ഉണ്ടെങ്കിൽ അതിനെ എങ്ങനെ പിടിച്ചു കെട്ടും എന്ന് പറയുന്ന ചർച്ച ഉണ്ടാകുന്നില്ല. മാത്രമല്ല, എപ്സ്റ്റീൻ ഫയൽസിലൂടെ കടന്നു പോകുന്ന സമയത്ത് നമുക്ക് പറയാൻ തോന്നുന്നത്, സംസാരിക്കാൻ തോന്നുന്നത് ഒന്ന് മാതാപിതാക്കളോടാണ്. കാര്യം വളരെ വൾണറബിൾ ആയിട്ടുള്ള ടീനേജിൽ നിൽക്കുന്ന പെൺകുട്ടികളെ വളരെയധികം പ്ലാൻ ചെയ്ത് സൈക്കോളജിക്കലി ഗ്രൂം ചെയ്താണ് ഇത്തരം ദുരുപയോഗങ്ങൾക്ക് കാരണമായിരിക്കുന്നത്. നമ്മളൊക്കെ നമ്മുടെ വീട്ടിലെ കുട്ടികളോട് തുറന്ന് സംസാരിക്കാറുണ്ടോ? നമ്മൾ തുറന്ന് സംസാരിക്കുന്ന പോട്ടെ, അവരിങ്ങോട്ട് തുറന്ന് സംസാരിക്കുന്നുണ്ടോ? അവർ നമ്മളിൽ നിന്ന് ഏറ്റവും കൂടുതൽ മറച്ചു വെക്കുന്ന സീക്രട്ടുകളുണ്ടോ? അവർ നമ്മളോട് കാര്യങ്ങൾ ട്രസ്റ്റ് ചെയ്ത് സംസാരിക്കുന്നുണ്ട്? ഒരു ട്രസ്റ്റ് ബേസ്ഡ് കമ്മ്യൂണിക്കേഷൻ ആണോ നമ്മളും മക്കളും തമ്മിൽ നടക്കുന്നത്? അച്ഛനെയും അമ്മയും അറിയിക്കരുത് എന്ന് നമ്മുടെ മക്കളോട് ആരെങ്കിലും പറഞ്ഞ് എന്തെങ്കിലും കാര്യം ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അച്ഛനോടും അമ്മയോടും പറയണ്ട എന്ന് പറഞ്ഞാൽ അവർ സീക്രട്ടാക്കി വെക്കുമോ? അതോ അങ്ങനെ പറയുന്ന കാര്യം നിങ്ങളോട് വന്ന് പറയുമോ?
അച്ഛനോടും അമ്മയോടും പറയരുതെന്ന് പറഞ്ഞ് നമ്മുടെ മക്കളെ ആരെങ്കിലും എന്തെങ്കിലും ഏൽപ്പിക്കുന്നുണ്ടെങ്കിൽ ദാറ്റ്സ് എ റെഡ് ഫ്ലാഗ്. പ്രത്യേകിച്ച് കാര്യകാരണങ്ങളൊന്നുമില്ലാതെ കുഞ്ഞുങ്ങൾക്ക് ഗിഫ്റ്റ് കൊടുക്കുന്നത് പ്രോത്സാഹിപ്പിക്കപ്പെടാൻ പാടില്ല. അവരത് സ്വീകരിക്കാൻ പാടില്ല. സീക്രട്ടായിട്ടുള്ള മീറ്റിങ്ങുകളൊന്നും ഉണ്ടാവാൻ പാടില്ല. പെട്ടെന്നുണ്ടാകുന്ന ഭയം, സ്വഭാവ വ്യത്യാസങ്ങൾ, ഇതൊക്കെയും അച്ഛനമ്മമാർ മനസ്സിലാക്കണം, കുട്ടികളോട് സംസാരിക്കണം. എന്താ പറയുക, പണ്ടൊക്കെ ആണെങ്കിൽ കുട്ടികളായ അച്ഛനും അമ്മയും എന്നൊക്കെ പറഞ്ഞാൽ ഒരു പേടി വേണം എന്ന് പറഞ്ഞ് ഭയപ്പെടുത്തി വളർത്തുകയാണ്. പക്ഷേ ഇന്നൊരിക്കലും അത് പാടില്ലെന്നേ നമ്മൾ പറയുള്ളൂ. കുട്ടികൾ ഭയത്തോടെയല്ല, അച്ഛനമ്മമാരിലുള്ള വിശ്വാസത്തോടെയാണ് വളരേണ്ടത്. എന്തും തുറന്നു പറയാനുള്ളൊരു സ്പേസ് ഇവിടെ ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കേണ്ട ഒരു സുരക്ഷിതത്വം. ആൻഡ് സമൂഹം മനസ്സിലാക്കേണ്ടത്, ജെഫ്രി എപ്സ്റ്റീൻ നടത്തിയിട്ടുള്ള ഏറ്റവും ബുദ്ധിപരമായ തീരുമാനം എന്ന് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞിട്ടുള്ളത്, അയാൾ സാമൂഹ്യ സേവനത്തിനിറങ്ങി. ആ സാമൂഹ്യ സേവനത്തിന് ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവർ മോറലി ഏറ്റവും കറക്റ്റായിട്ടുള്ള ആളുകളാണ്. അവർ ഒരു തെറ്റും ചെയ്യില്ല. അവർക്ക് എന്തും ചെയ്യാനുള്ള ഒരു ലൈസൻസ്, അവർ പാസ്റ്റിൽ ചെയ്തിട്ടുള്ള കുറ്റകൃത്യങ്ങളും നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്നതും ഭാവിയിൽ ചെയ്യാൻ പോകുന്നതുമായിട്ടുള്ള കുറ്റകൃത്യങ്ങളിൽ നിന്ന് അവർക്ക് നമ്മളൊരു സംരക്ഷണം ഒരുക്കുകയാണ്. പവറുള്ള മനുഷ്യാവകാശത്തിന് ഇറങ്ങിത്തിരിക്കുന്ന എല്ലാ ആൾക്കാരും ശരികളാണെന്ന് വിചാരിക്കരുത്. അങ്ങനെ വരുമ്പോൾ ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ നമ്മൾ വിക്ടിം ഷെയ്മിങ്ങിനാണ് കൂടെ നിൽക്കുന്നത്. അവർക്കെതിരെ പരാതി ഉന്നയിക്കുന്നവരെയും നമ്മളിവിടെ ആക്രമിക്കുകയാണ്. ആൻഡ് ഭരണകൂടങ്ങൾ എന്തൊക്കെയാണ് മനസ്സിലാക്കേണ്ടത്? ഇത്തരമൊരു സിറ്റുവേഷൻ ഉണ്ടാകുമ്പോൾ വിക്ടിമിൻ്റെ പ്രൊട്ടക്ഷനാണ് പ്രധാനം എന്നുള്ളതാണ്. ജെഫ്രി എപ്സ്റ്റീൻ അറസ്റ്റിലായ സമയത്ത്, ആദ്യം അറസ്റ്റിലാവുന്ന സമയത്ത് അവർ വിക്ടിംസിന് യാതൊരു പ്രാധാന്യവും കൊടുക്കാതെ ഒരു സീക്രട്ട് ഡീൽ ഉണ്ടാക്കി വിക്ടിംസിനെ അറിയിക്കാതെ അയാളെ സ്വതന്ത്രനാക്കുകയായിരുന്നു. വീണ്ടും വീണ്ടും ഇവിടെ ഇരകൾ ഉണ്ടാവുകയാണ് ചെയ്തത്. നമ്മുടെ നാട്ടിൽ എന്താണ് നടക്കുന്നത്? ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ വിക്ടിമിനുള്ള പ്രൊട്ടക്ഷൻ നമ്മളിവിടെ പ്രാധാന്യത്തോടെ പറയുന്നുണ്ടെങ്കിലും വിക്ടിമിൻ്റെ ഡീറ്റെയിൽസ് കിട്ടിയിട്ട് വേണം ആക്രമിക്കാമെന്ന് പറഞ്ഞ് പുറത്തൊരു കൂട്ടം മുറവിളി കൂട്ടുന്നത് നമുക്ക് കേൾക്കാൻ പറ്റും. ഭരണകൂടത്തിൻ്റെ ഭാഗത്തുനിന്ന്, സിസ്റ്റത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവേണ്ട ഒന്നാമത്തെ കാര്യം അതാണ്. രാഷ്ട്രീയത്തിനും പവറിനും മുകളിലുള്ള നിയമ സംവിധാനം എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നിങ്ങൾക്ക് കുറച്ച് രാഷ്ട്രീയക്കാരെ അറിയാമെങ്കിൽ, നിങ്ങൾക്ക് കുറച്ച് കാശുകാരെ അറിയാമെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ പോക്കറ്റിൽ പൈസ ഉണ്ടെങ്കിൽ നിങ്ങൾ നിയമത്തിന് മുകളിലാണ് എന്ന് പറയുന്ന ഒരു സിറ്റുവേഷൻ ഒരു നാട്ടിൽ ഉണ്ടാവരുത്. ആൻഡ് നിങ്ങളൊരു റെസ്പോൺസിബിൾ ആയിട്ടുള്ള പൊസിഷനിലേക്ക് എത്തിയാൽ ട്രാൻസ്പെറൻസി, സുതാര്യത എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് എന്ന് ഭരണകൂടം തിരിച്ചറിയണം, അത് പ്രാവർത്തികമാക്കണം. ഈ ചർച്ച വല്ലതും ഇവിടെ നടക്കുന്നുണ്ടോ? നമുക്ക് കൺക്ലൂഡ് ചെയ്യാനുള്ള സമയമായി. എപ്സ്റ്റീൻ ഫയൽസും അതുമായി ബന്ധപ്പെട്ട വിവാദങ്ങളും നമ്മുടെ മുന്നിലേക്ക് വെക്കുന്നത് ഒരു മനുഷ്യൻ്റെ കഥയല്ല, നിശബ്ദതയുടെ കഥയാണ്. അധികാരത്തെ ചോദ്യം ചെയ്യാതിരുന്നതിൻ്റെ റിസൾട്ടാണ്. ഇവിടെ തുറന്ന് സംസാരിച്ചവരാണ് ചരിത്രം മാറ്റിയത്. അതിനിയും തുടരണം. വിക്ടിംസിനെ കേൾക്കുക എന്നത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. ജീവിതത്തിൽ എപ്പോഴെങ്കിലും അത്തരം ദുരനുഭവങ്ങളിലൂടെ കടന്നുപോയ ആളുകളോടാണ് നിങ്ങൾക്ക് സംഭവിച്ചത് ഒരിക്കലും നിങ്ങളുടെ തെറ്റല്ല. നിങ്ങൾക്ക് അന്ന് സംസാരിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും, വൈകി സംസാരിച്ചാലും, ഇനിയും സംസാരിക്കാൻ കഴിയില്ലെങ്കിലും നിങ്ങളുടെ വേദന അത് വാലിഡാണ്. നിങ്ങളുടെ അതിജീവനം എന്ന് പറയുന്നത് അതൊരു ശക്തിയാണ്. പിന്നെ മുന്നോട്ട് വന്ന് സംസാരിച്ചവരോടാണ് നിങ്ങളുടെ മുറിവുകളെ തുറന്നു കാണിച്ചത് ഈ ലോകം മാറ്റിമറിക്കാൻ വേണ്ടിയാണ്. നിങ്ങളുടെ ധൈര്യം ഒരുപാട് കുട്ടികളെ രക്ഷിച്ചു. ഒരു സിസ്റ്റത്തെ ചോദ്യം ചെയ്തു. ഇവിടെ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നു എന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞു. നന്ദിയുണ്ട്. നിങ്ങൾ ഒറ്റയ്ക്കല്ല. നിങ്ങളോടൊപ്പം അങ്ങ് എപ്സ്റ്റീൻ ഫയൽസിലെ ഇരയാക്കപ്പെട്ട ആളുകൾക്കുമൊപ്പം പോരാടാനിറങ്ങിയ ആളുകളോടാണ്, നിയമവിദഗ്ധരോട്, മാധ്യമപ്രവർത്തകരോട്, ആക്ടിവിസ്റ്റുകളോട്, സപ്പോർട്ട് ഗ്രൂപ്പുകളോട്. നിശബ്ദതയെ തകർത്തതിൽ നിങ്ങളും പങ്കാളികളാണ്. ജസ്റ്റിസ്, നീതി എന്ന് പറയുന്നത് ഒരാളുടെ പോരാട്ടമല്ല, അത് കൂട്ടായ ഒരു ഉത്തരവാദിത്വമാണ്. സോ ഇത്രയും അന്താരാഷ്ട്ര പ്രാധാന്യമുള്ള ഒരു ടോപ്പിക്കിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങളെങ്കിലും നിങ്ങളിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പക്ഷേ അതിനോടൊപ്പം നമ്മുടെ കുടുംബത്തെ കൂടി ബാധിക്കുന്ന ഒരു വലിയ പ്രശ്നത്തിനുള്ള സൊല്യൂഷൻ വീഡിയോയുടെ തുടക്കത്തിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മളില്ലെങ്കിലും നമ്മുടെ കുടുംബം സാമ്പത്തികമായി ബുദ്ധിമുട്ടാതിരിക്കാൻ ഒരു ടേം ഇൻഷുറൻസ് എടുത്തു വെക്കേണ്ടതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചാണ് ഓർമ്മിപ്പിച്ചത്. കുടുംബത്തെ സ്നേഹിക്കുന്ന എല്ലാവരും ഈ കാര്യം വളരെയധികം ഗൗരവത്തോടു കൂടി തന്നെ നോക്കിക്കാണണം. നിങ്ങൾക്കിപ്പോൾ വളരെ എളുപ്പത്തിൽ 15% വരെ ഡിസ്കൗണ്ടോടുകൂടി ടേം ഇൻഷുറൻസ് എടുക്കാൻ പറ്റുന്ന ഒരു ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും ഞാൻ കൊടുത്തിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യാൻ പറ്റില്ലെന്നാണെങ്കിൽ ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന QR കോഡ് സ്കാൻ ചെയ്ത് നോക്കിയാലും മതി. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യവും ഹൈപ്പ് ചെയ്യുന്ന കാര്യവും പരിഗണിക്കുക.